എല്ലാവരും കൂടി ഇത് എവിടെയാണ് കയറി നിൽക്കുന്നത്? ആ, ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത്. ഇവർ രാവിലത്തെ തീറ്റയും തിന്നിട്ട് നേരെ ഇവരിങ്ങ് മുകളിൽ കയറുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് സംഭവം. മുകളിൽ കയറി ഇവർ വീഗാലാൻഡിൽ വന്ന ഒരു പ്രതീതിയാണ് അവർക്ക്. അതിൻ്റെ മുകളിൽ കയറി അവിടെ ടെറസ് മുകളിൽ മൊത്തവും കയറി 4 പാട് നോക്കി ഇതേപോലെ ആ പാരപ്പറ്റിലൊക്കെ കയറി അങ്ങ് നിൽക്കും. അടുത്ത് ഉച്ചയ്ക്ക് തീറ്റ വെച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് താഴോട്ട് ഇറങ്ങുന്നത്. വീണ്ടും അവർ മുകളിലോട്ട് കയറും. അതിൽ അവർ രണ്ടുപേരും പറന്നങ്ങ് ഇറങ്ങി. ഈ പിടയ്ക്കാണെങ്കിൽ പറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെറിയ കോഴിക്കുഞ്ഞായിരുന്ന സമയത്ത് അതിനെന്തോ ഒരു അസുഖം വന്നിട്ട് അതിന് ഒരു പ്രശ്നം ഉണ്ടായി. അതിന് ശേഷം അതങ്ങനെ ഇതിങ്ങനെ പറക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ചാവൽ പുറകെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഭയങ്കര സ്നേഹമാണ് അവർ 4 പേരും. ഭയങ്കര കൂട്ടാണ്. ഒരാളിനെ കണ്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർ വിളിച്ച് അതിനെ കൊണ്ടുവരുന്നത് വരെ ബഹളം വയ്ക്കും. ഇവരെ ഞാൻ പിടിച്ച് 4 പേരെയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവരുടെ ഒരു ഐക്യതയും സ്നേഹമൊക്കെ കാണുമ്പോൾ കൊടുക്കാനും തോന്നുന്നില്ല. അത് കൊടുക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നും കൊണ്ടല്ല, അതിലുള്ള ഒരു കോഴിയാണെങ്കിൽ എന്നെ കൊത്തും. അതെന്തിനാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു പെടയെ ഞാൻ പിടിക്കുമെന്നോ എന്തോ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അത് ചാടി നമ്മളെ ദേഹത്തോട് ചാടി വന്നിട്ടാണ് കുത്തുന്നത്. അതാണ്ട് ഈ മഞ്ഞ ചാവൽ. ഇത്ര പ്രാവശ്യം എനിക്ക് അവൻ്റെ നിന്ന് കൊത്ത് കിട്ടിയിട്ടുണ്ടെന്നറിയാം. അത് കാലിലൊക്കെ വന്ന് അടിച്ചിട്ട് കാലിലൊക്കെ നീര് വരെ കയറിയിട്ടുണ്ട്. അങ്ങനെ ആയപ്പോഴാണ് അത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവരുടെ ഒരു സ്നേഹവും കൂട്ടും ഒക്കെ കണ്ടിട്ട് കൊടുക്കാനും തോന്നുന്നില്ല. അവനെ ഞാൻ രാക്ഷസനെന്നാണ് വിളിക്കുന്നത്. ലില്ലിക്കുട്ടി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പുറത്തോട്ടിറങ്ങി അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി വരെയാണ് അവൾ. രാക്ഷസൻ. ഞാൻ അവനെ രാക്ഷസാന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ എന്നെ വിളിക്കും. ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ കൂടെ പറയുകയും ചെയ്യും. ആ മിക്കിയും അതാ വന്നിട്ടുണ്ട്. ലില്ലിക്കുട്ടി കോഴിയെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് വന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. രാക്ഷസാ. ലില്ലിക്കുട്ടി അതാ ടെറസിലോട്ട് കയറി. എടി താഴെ ഇറങ്ങി വാ മക്കളെ, മുകളിൽ കയറല്ലേ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല. രാക്ഷസനെ കാണുന്ന തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു കമ്പും കൊണ്ടാണ് ഇറങ്ങണം, അല്ലെങ്കിൽ അവൻ എന്നെ കൊത്തും ഉറപ്പായിട്ടും. എനിക്ക് കാലിലൊക്കെ നല്ല നീരൊക്കെ വന്നിട്ടുണ്ട്. ചാടി നല്ല വെയിറ്റ് ഉണ്ട് ഈ കോഴി. അപ്പോൾ അത് വന്ന് ചാടി ഇങ്ങനെ കാലിലിടിക്കുമ്പോൾ മിക്കി അതാ ലില്ലിക്കുട്ടിയും കൂടെ വിളിച്ച് എൻ്റെ മുകളിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. ലില്ലിക്കുട്ടി സാധാരണ ടെറസിലൊക്കെ കയറും, പക്ഷേ ഈ സൺസൈഡിലോട്ടൊന്നും അവളങ്ങനെ ഇറങ്ങൂല. ഇതിപ്പം മിക്കി അവളെയും കൂടെ കൊണ്ടുപോകണ ലക്ഷണമാണ്. അതാ ചാടി കയറി. മക്കളിങ്ങി വാ, അങ്ങ് പോവല്ലേ. അങ്ങ് ഇറങ്ങി കയറാൻ പാടാണ്. അങ്ങ് ഇറങ്ങല്. നോക്കിയിരിക്കുകയാണ്. വിളിച്ചാൽ വരൂല. എനിക്കാണെങ്കിൽ അപ്പുറത്തോട്ട് ചാടി ഇറങ്ങാനും പേടി. ഇനി വീണ് കയ്യോ കാലോ ഒടിയണമെങ്കിൽ. അതാ സൺസൈഡിലോട്ട് ഇറങ്ങി. അയ്യോ, എൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ പേടിയാവണം. ലില്ലിക്കുട്ടി ഇങ്ങി പോരെ. വീഴും, താഴെ വീഴും. അയ്യോ, അത് കണ്ടപ്പോൾ പേടിയാവണം. പൂച്ച വീണാൽ 4 കാലിൽ വീഴുമെന്ന് പറയും. എന്നാലും ഇത്രയും പൊക്കത്തിൽ നിന്നൊക്കെ വീഴുന്നു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ. അതാണെങ്കിൽ അയ്യോ കുരുത്തം കെട്ട പെണ്ണാണത്. കുരുത്തക്കേടേ ഉള്ളു കയ്യിലതിന്. ലില്ലി, എടി ലില്ലി താഴെ ഇറങ്ങടി. ഇങ്ങി വാ ലില്ലിക്കുട്ടി. മക്കളിങ്ങോട്ട് നോക്ക്. മക്കളിങ്ങി വാ. ഇങ്ങി താഴെ ഇറങ്ങി വാ. എവളവിടെ നിൽക്കണോണ്ട് അവൾ വരൂല. ഇനി ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സൈഡിലോട്ട് വന്നിരുന്നെങ്കിൽ എത്തി പിടിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ലില്ലിക്കുട്ടി മിക്കിയെ വിളിച്ചിട്ട് കാര്യമില്ല. അത് വിളിച്ചാൽ വരൂല. അത് ഞാഞ്ഞൂല് പോലെ ഇരുന്നിട്ട് എവിടെ വേണമെങ്കിലും നുഴഞ്ഞ് കയറിക്കോളും.
അവിടെ ചെന്ന് കിടന്ന് അടിക്കണേ. ഇവിടെ താഴെ എങ്ങും നിന്ന് അടികൾ കൂടിയിട്ട് പറ്റണില്ല അല്ലേ ലില്ലി? അത് ഈ എലുമ്പ് പോലെ ഇരിക്കുന്നത്, അത് ആഹാരമൊക്കെ നല്ലതുപോലെ മീനും ലിവറും, പട്ടിക്ക് ലിവറൊക്കെ വാങ്ങിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ആ ലിവറൊക്കെ ഇവർക്ക് കഴിക്കാൻ കൊടുക്കും. ലില്ലി കഴിക്കും, മിക്കിയും കഴിക്കും. പക്ഷേ അത് വണ്ണം വയ്ക്കുന്നില്ല. നല്ല അത് ഇങ്ങനെ എനിക്ക് തോന്നണ ഈ വണ്ണം വയ്ക്കാത്ത ടൈപ്പാണെന്നാണ് തോന്നണം മിക്കി. നല്ല രീതിയിൽ കഴിക്കും മീനും ഇതുമൊക്കെ. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അതതിന് വലുതാവുമ്പോൾ വണ്ണം വയ്ക്കുമെന്നും അറിഞ്ഞൂടാ. അതിൻ്റെ ഇടയിൽ ഓണത്തിനിടയിൽ പുട്ട് വെച്ചോളം എന്ന് പറഞ്ഞതുപോലെ അവളെ വാലിലിട്ട് പിടിച്ച് കളിക്കുകയാണ്. അതിന് അതാ കൊടുക്കണം അവൾ. കൂടടി, അടി പറ്റിച്ചു വിടും, അടി പറ്റിച്ചു വിടും. ലില്ലിക്കുട്ടാ ഇങ്ങി വാ. ഞാൻ എത്തി പിടിച്ചിങ്ങ് എഴുത്തിട്ടത്, അല്ലാതെ വരില്ല. ഇങ്ങ് താഴെ ഇറങ്ങ്, മതി അവിടെ നിന്ന് കളിച്ചത്. ഓടി വീട്ടിൽ പോ, ഓടിപ്പോ വീട്ടിൽ. അവൾ ഓടി കയറി. സമാധാനം.